കണ്ണൂർ ചൂട്ടാട് അഴിമുഖത്ത് ഫൈബർ ബോട്ട് അപകടത്തിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളി മരിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളിയായ അലിയാണ് മരിച്ചത്. അഴിമുഖത്തെ മണൽത്തിട്ടയിലിടിച്ചാണ് ബോട്ട് മറിഞ്ഞതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. മത്സ്യത്തൊഴിലാളി മരിച്ചതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഫെലിക്സ്, ഈ കണ്ണൂർ ചൂട്ടാട് അഴിമുഖത്ത് ഫൈബർ ബോട്ട് അപകടത്തിൽപ്പെട്ടാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളി മരിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഉയരുകയാണോ? സാധാരണ ഇവിടെ അപകടമുണ്ടാകുന്ന സ്ഥലമാണോ? എങ്ങനെ ഈ അപകടം ഉണ്ടായി? എപ്പോഴായിരുന്നു? രതീഷ്, ചൂട്ടാട് പാലക്കോട് അഴിമുഖത്ത് ഇതിപ്പോൾ മൂന്നാമത്തെ മരണമാണ് സംഭവിക്കുന്നത്. അത് ഫൈബർ ബോട്ട് മുങ്ങിയാണ് അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അഴിമുഖമാണ്. പക്ഷെ അവിടെ ഈ മണൽത്തിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ആ മണൽത്തിട്ടയിൽ ബോട്ട് തട്ടിയാണ് പലപ്പോഴും അപകടം സംഭവിക്കുന്നത്. ഈ മണൽത്തിട്ട അവിടെ നിന്ന് മാറ്റാൻ നിരവധി തവണ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇതുവരെയും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പുതിയങ്ങാടിലെ ഫിഷറീസ് ഓഫീസിലാണ് ഈ മത്സ്യത്തൊഴിലാളികൾ, കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്, അവരെത്തി പ്രതിഷേധിക്കുന്നത്. ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തിൽ ആസാം സ്വദേശിയായ അലിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം 2 പേർ കൂടി മരിക്കുകയുണ്ടായി. അപ്പോൾ ഇത് അപകടം തുടർക്കഥയാവുന്ന ഒരു പശ്ചാത്തലത്തിൽ പരിഹാരം വേണം എന്നതാണ് അവർ ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടുന്നത്. പുലിമുട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഈ പുലിമുട്ട് അശാസ്ത്രീയമാണ്. അതുകൊണ്ട് മണൽ, അതായത് ഈ പുഴയിൽ നിന്നും നേരെ വെള്ളം കടലിലേക്ക് എത്തുന്ന ആ അഴിമുഖം എന്ന ഭാഗത്ത് മണൽത്തിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ തട്ടിയാണ് പലപ്പോഴും അപകടം ഉണ്ടാകുന്നത്. പക്ഷേ ഇന്ന് ഈ ശക്തമായ കടൽക്ഷോഭം ഉണ്ടായ സമയത്താണ് ഈ അപകടം സംഭവിച്ചത്. അങ്ങനെയാണ് ഈ അലി എന്ന വ്യക്തിക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തതുകൊണ്ട് നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത് എത്രയും വേഗം ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകണം, അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം തുടരാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം.